നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഉണ്ടാവും മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സ്റ്റോക്ക്ഹോം സിൻഡ്രോമിനെ കുറിച്ചിട്ടാണ്. ഒരു വിക്ടിമിന് അവരുടെ അബ്യൂസർ അല്ലെങ്കിൽ കിഡ്നാപ്പറിനോട് തോന്നുന്ന ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ ഫീൽ, ഈ ഒരു സൈക്കോളജിക്കൽ ഫിനോമിനെയാണ് നമ്മൾ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത്. 1970 സ്വീഡനിലെ ഒരു സ്ഥലത്ത്, സ്റ്റോക്ക്ഹോം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ബാങ്ക് റോബറി നടന്നിട്ടുണ്ടായിരുന്നു. ദി ബാങ്ക് എംപ്ലോയീസ് വർക്ക് അറ്റ് ഹോസ്റ്റേജ് ഫോർ 6 days and they ended up showing loyalty towards their abuser, who is the bank robber. അപ്പൊ ഇങ്ങനെ ഒരു പോസിറ്റീവ് ഫീലിംഗ്സ് ടുവേർഡ്സ് ദി അബ്യൂസർ തോന്നാം, ഒരു ഫീലിംഗ് ഓഫ് എഫെക്ഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ലോയൽറ്റി, ആൻഡ് നെഗറ്റീവ് ഫീലിംഗ്സ് ടുവേർഡ്സ് ദി അതോറിറ്റീസ് ഓർ റെസ്ക്യൂസ്. രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരോട് ഒരു നെഗറ്റീവ് ഫീലിംഗ്സ്, സംടൈംസ് ദേ റെഫ്യൂസ് ദി ഹെൽപ്പ്. അപ്പൊ ഇതിനുള്ള കാരണങ്ങൾ ക്യാൻ ബി എ ഡിപെൻഡൻസി ഓവർ ദി അബ്യൂസർ. They rely on the abuser for basic needs like food and safety that actually create a sense of gratitude towards the kidnapper. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഫിയർ ആൻഡ് ഐസൊലേഷൻ ആണ്. ഇപ്പൊ ഇവിടെ ഒരു ത്രെറ്റ് ഓഫ് വയലൻസ് ഉണ്ട്, ആൻഡ് ഓൾസോ ലെസ് കോണ്ടാക്ട് വിത്ത് ദി ഔട്ട്സൈഡ് വേൾഡ് ദാറ്റ് മേക്സ് ദി വിക്ടിം ടു സീക്ക് റിയഷുറൻസ് ഫ്രം ദി ഓൺലി പ്രസന്റ് പേഴ്സൺ ഹു ഈസ് ദി അബ്യൂസർ. പിന്നെ ഒരു കാരണം പെർസീവ്ഡ് കൈൻഡ്നെസ് ആണ്. ഇപ്പോൾ അബ്യൂസർ അവിടെ ഒരു വാട്ടർ ഓഫർ ചെയ്യണമെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് മേഴ്സി വളരെ മാഗ്നിഫൈ ചെയ്ത് കാണുക, ബിക്കോസ് ദ സിറ്റുവേഷൻ ഇസ് വെരി എക്സ്ട്രീം. ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളത്. താങ്ക് യു.